ദുബായിൽ നിന്ന് ജിദ്ദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക, സൗദി അറേബ്യയിലെ ജിദ്ദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനി അയക്കാണ് ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ UAE നിന്ന്, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് ബൈ റോഡ് സൗദി അറേബ്യക്ക് പോകാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വേണ്ടത് വിസ. ഇതാണ് വിസ. അതായത് വിസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ വിസ മസ്റ്റാണ്. സാധാരണ GCC കൺട്രീസിൽ ഓൺ അറൈവൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ UAE റെസിഡൻസിന് ബഹ്റൈന് പോവുകയാണെങ്കിൽ നമുക്ക് ഓൺ അറൈവൽ കിട്ടും. ഇപ്പോൾ എയർപോർട്ട് ത്രൂ പോവുകയാണെങ്കിൽ ഓൺ അറൈവൽ കിട്ടും, ബൈ റോഡ് പോവുകയാണെങ്കിൽ ഓൺ അറൈവൽ വിസ കിട്ടും. പക്ഷേ സൗദി അറേബ്യക്ക് അങ്ങനെ ഓൺ അറൈവൽ വിസ ഇല്ല, പ്രത്യേകിച്ച് UAE നിന്ന് പോകുന്നവർക്ക്. അപ്പോൾ UAE നിന്ന് പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിസ മസ്റ്റായിട്ട് വേണം, ആദ്യം മുൻകൂട്ടി എടുക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ളത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉംറ വിസയാണ്, 2 ടൂറിസം വിസ ഉണ്ട്. അത് GCC റെസിഡൻസിൽ, ഇപ്പോൾ നമ്മളെപ്പോലെ GCC റെസിഡൻസിന് അത് UAE ആയിക്കോട്ടെ, ഒമാന്, ഖത്തർ അങ്ങനെയുള്ളവർക്കൊക്കെ സൗദിക്ക് ഒരു ടൂറിസം വിസ ഉണ്ട്. അത് ഇപ്പോൾ അങ്ങനെ 1 ഇയർ വാലിഡിറ്റി ഇല്ല, 90 ഡേയ്സ് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 1 ഇയർ വാലിഡിറ്റി ഉണ്ടാവും, 90 ഡേയ്സ് സ്റ്റേ ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ എൻട്രി ആയിരിക്കും. പക്ഷെ അതിപ്പോൾ സിംഗിൾ എൻട്രി കിട്ടുന്നുള്ളൂ കേട്ടോ. ഒറ്റ തവണ എൻട്രി, ഒറ്റ തവണ എക്സിറ്റ്, പിന്നെ എൻട്രി ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത വിസ എന്ന് പറയുന്നത് ബിസിനസ് വിസയാണ്. ഓക്കെ, ഈ ബിസിനസ് വിസ എന്ന് പറയുമ്പോൾ നമുക്ക് സൗദിയിലുള്ളൊരു കമ്പനി നമുക്കൊരു ഇൻവിറ്റേഷൻ തരണം. ആ ഇൻവിറ്റേഷനും നമ്മുടെ ദുബായ് UAE വിസ എല്ലാം കൂടെ വെച്ച് VFSൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിസ കിട്ടും, ബിസിനസ് വിസ. അത് 1 ഇയർ ആണ്, മൾട്ടിപ്പിൾ എൻട്രി ആണ്, ഓരോ എൻട്രിയിലും 90 ഡേയ്സ് സ്റ്റേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടൂറിസം വിസയിൽ ടോട്ടൽ 90 ഡേയ്സ് ആണ്. ഓക്കെ, അതുപോലെ വിസ. അപ്പോൾ അത് വിസയാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അത് നമുക്ക് കിട്ടി, ഒരു വിസ കിട്ടി. ഓക്കെ, അത് നിങ്ങൾ ഏത് പർപ്പസിനാണോ പോകുന്നത് ആ പർപ്പസിനുള്ള വിസ എടുക്കുക. ഉംറയ്ക്ക് പോകുന്നവർ ഉംറ വിസ എടുക്കുക. ഇനി ടൂറിസം, നമുക്ക് അവിടെ ഫാമിലി ഫ്രണ്ട്സ് അവർ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് വിസ എടുക്കുക. ഓക്കെ, ഇനി ബിസിനസ് പർപ്പസിനാണെങ്കിൽ ബിസിനസ് വിസ എടുക്കുക. അതെന്തിനാ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ പലരും ബിസിനസ് പർപ്പസിന് ടൂറിസം വിസയും ഉംറ വിസയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഏതാണോ പർപ്പസ്, ഇപ്പോൾ ഒരു ഇതുണ്ട്, മുസ്ലിംസിന് മാത്രമേ ഉംറ വിസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളും ടൂറിസം വിസ, അത് നമുക്ക് അവരുടെ സൗദി വിസ സൈറ്റിൽ കിട്ടും, ഈ വിസ സൈറ്റിൽ അത് കിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഈദിന് ശേഷം, ബക്രീദിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളുണ്ട് വിസ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ. പക്ഷെ അത് പതുക്കെ ശരിയാവുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ബൈ റോഡ് അല്ല പോകുന്നുണ്ടെങ്കിൽ ഈ ഒറ്റ വിസ അത് വിസ കിട്ടിയാൽ നമുക്ക് നേരെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോവാം. പക്ഷെ നമ്മൾ ബൈ റോഡ് പോകാനല്ലേ പറയുന്നത്. അപ്പോൾ ബൈ റോഡ് പോകണമെങ്കിൽ പിന്നെ അടുത്ത നമുക്ക് എന്താ വേണ്ട, വണ്ടി. ഓക്കെ, അപ്പോൾ ആ വണ്ടിക്ക് എന്ത് വേണം, ആദ്യം വണ്ടിക്ക് ഒരു പാസ്പോർട്ട് വേണം. അതാണ് ഈ കാർനെറ്റ് എന്ന് പറയുന്നത്. ഇത് പല ട്രാവൽ വ്ളോഗേഴ്സും ചെയ്തിട്ട് ഞാൻ എടുക്കുന്നതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ പോയി വരാൻ തുടങ്ങിയിട്ട് 4 വർഷത്തിന് മുകളിലായി, കൊറോണയ്ക്ക് ശേഷം. അതിൻ്റെ മുന്നേ ഞാൻ പലരും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ട്രാവൽ വ്ളോഗേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതാണ് കാർനെറ്റ്. ഇത് നമുക്ക് ഈ കാറിനെ, അപ്പോൾ നമ്മുടെ UAEയിലുള്ള കാറിനെ UAE വിട്ട് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാർനെറ്റ് മസ്റ്റാണ്. ഓട്ടോമൊബൈൽ ടൂറിംഗ് ക്ലബ്ബ് ഉണ്ട് നമ്മുടെ ദുബായിലും ഉണ്ട്, ഒരുവിധം എല്ലാ എമിറേറ്റ്സിലും ഉണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പം എൻ്റെ വണ്ടി ദുബായ് വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ദുബായിലുള്ള അവിടെ പോയിട്ട് എടുത്തു. ഇത് 1 ഇയർ വാലിഡിറ്റി ഉണ്ടാവുക. ഈ ഒരു വർഷത്തേക്ക് നമുക്ക് 1800ഓളം ദിർഹംസ് ചിലവ് വരും. പക്ഷെ അതിൽ 800 ദിർഹംസ് ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ, നമ്മളിത് ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുക. ഒരു വർഷം വാലിഡിറ്റിയിൽ തന്നെ തിരിച്ചു കൊടുക്കണം കേട്ടോ. വാലിഡിറ്റി കഴിഞ്ഞാൽ പിന്നെ പൈസ റീഫണ്ട് തരില്ല. അപ്പോൾ ഡെപ്പോസിറ്റ് നമുക്ക് റീഫണ്ട് തരും. ഇതിൽ തന്നെ ഉണ്ട് ഏതൊക്കെ രാജ്യത്തേക്ക് പോവാം, ഏതൊക്കെ രാജ്യത്തേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് കാറിൻ്റെ പാസ്പോർട്ടാണ് ഈ കാർനെറ്റ് എന്ന് പറയുന്നത്. ആദ്യം ഇത് എടുക്കാം. ഓക്കെ, ഇത് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നല്ല ഇത് മതി ശരിക്കും. പക്ഷേ എൻ്റെ കയ്യിലുള്ള വണ്ടി എൻ്റെ സ്വന്തം വണ്ടിയല്ല, കമ്പനി വണ്ടിയാണ്. അതായത് എൻ്റെ മാനേജറുടെ പേരിലുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് മാത്രം വെച്ചാൽ പറ്റില്ല. കാരണം അത് എൻ്റെ വണ്ടിയല്ല, മറ്റുള്ള വണ്ടി എടുത്തിട്ട് ഞാൻ രാജ്യത്ത് നിന്ന് പുറത്ത് പോവുകയാണ്. ശരിക്കും ഈ വണ്ടിക്ക് ഇത് മാത്രം മതി. ഇപ്പോൾ എൻ്റെ മാനേജർക്ക് ആൾക്കിപ്പോൾ സൗദിക്ക് പോകണമെങ്കിൽ ഇത് മാത്രം മതി. ഓക്കെ, ആൾക്കിപ്പോൾ സൗദിയിൽ പോവാം, സൗദിയിൽ നിന്ന് ബഹ്റൈന് പോവാം, ഓൺ അറൈവലായിട്ട് ബഹ്റൈന് പോവാം. അപ്പോൾ ഇത് മാത്രം മതി. അപ്പോൾ ആൾ എനിക്കൊരു ഓതറൈസേഷൻ തരണം. അതാണ് RTAൻ്റെ ഈ ഒരു പേപ്പർ. ഇതെന്ന് പറയുന്നത് ടൂറിസം സർട്ടിഫിക്കറ്റാണ്. ഓക്കെ, ഈ ടൂറിസം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വണ്ടിൻ്റെ ഓണർ ആരോ അവർ എൻ്റെ എമിറേറ്റ്സ് ഐഡിയും എൻ്റെ ലൈസൻസ് നമ്പറും വെച്ച് ഇന്ന ആൾ ഇത് ഉപയോഗിച്ച് ടൂർ പോവാണ്. ഓക്കെ, ഇങ്ങനെ സൗദി അറേബ്യക്ക് ടൂർ പോകാന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഈ നിമിഷം മുതൽ എന്ത് ചെയ്യും, ഞാൻ ബോർഡർ കിടക്കുന്നത് മുതൽ 100% എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഈ വണ്ടീൻ്റെ ഫൈന്, ഈ വണ്ടിക്ക് എന്ത് വന്നാലും അതെൻ്റെ പാസ്പോർട്ടിലാണ് വരിക. ഓക്കെ, അങ്ങനെ ഇത്രയും പേപ്പേഴ്സ് മതി നമുക്ക് എന്ത് ചെയ്യാം. ഒന്ന് നമുക്ക് വിസ, ഒന്ന് വണ്ടിക്ക് പാസ്പോർട്ട്,
ഓക്കെ, അത്രയും മതി. സ്വന്തം വണ്ടിയാണെങ്കിൽ അത്രയും മതി. ഇനി അടവുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോൺ EMI ഒക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനും ഇതുണ്ട്, ഓരോ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് പോകാൻ പറ്റും. ബാങ്കിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ റിമൈനിങ് എമൗണ്ട് എത്രയാണോ അത്ര ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കെട്ടിയിട്ട് നമുക്ക് അവിടുന്ന് ഒരു നോ ഒബ്ജക്ഷൻ ലെറ്റർ തരും, ഒരു NOC തരും. ആ NOC വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ കാർനെറ്റും അതുപോലെ ഈ സ്റ്റുഡൻസ് സർട്ടിഫിക്കറ്റും എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അത് വേറെ പ്രൊസീജിയർ, അത് വേണമെങ്കിൽ ഞാൻ പിന്നെ പറയാം. ഇത്രയും പ്രൊസീജിയേഴ്സേ ഉള്ളൂ. ഒന്ന് നമുക്കൊരു വിസ, ഓക്കെ, അതെന്താണോ പർപ്പസ് അതേ വിസ തന്നെ എടുക്കണം കേട്ടോ, മാക്സിമം അതിന് ട്രൈ ചെയ്യണം. 2, നമുക്ക് വണ്ടിക്കൊരു പാസ്പോർട്ട്, വണ്ടിക്ക് സ്വന്തം വണ്ടി അല്ലെങ്കിൽ ടൂറിസം സർട്ടിഫിക്കറ്റ്, ഓണർ ഡയറക്റ്റ് RTA ഓഫീസിൽ പോയിട്ട് നമുക്ക് എടുത്തു തരണം. അത്രയേ ഉള്ളൂ, നമുക്ക് പോവാം. പിന്നെ ഇൻഷുറൻസ് ആണ്, അത് ബോർഡർ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡറിൽ നിന്ന് എടുക്കാം. അത് 1 വർഷത്തിന് എടുക്കാം, ഒരാഴ്ചക്ക് എടുക്കാം, 3 മാസത്തിന് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പം നമുക്ക് UAE നിന്ന് സൗദിക്ക് കടന്നു, ഓക്കെ, ദെൻ നമുക്ക് ബഹ്റൈന് പോവാം. പ്രത്യേകിച്ച് ഒരു പേപ്പേഴ്സും വേണ്ട, എക്സ്ട്രാ ഒന്നും വേണ്ട, ഇത്രയും മതി. ഓക്കെ, വിസയും വേണ്ട, ഓണറേവിൽ നമുക്ക് കിട്ടും. അതുപോലെ ഖത്തർ പോവാം. ഖത്തർ പോകുമ്പോൾ ഓണറേവിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി അതിന്നൊരു കണക്ഷനായിട്ട് വേറെ ഏതെങ്കിലും ആ രാജ്യത്ത് പോകണമെങ്കിൽ അങ്ങനെയും പോകാം. പക്ഷെ അതിൻ്റേതായിട്ടുള്ള വേറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കുവൈത്ത് ഓണറയിൽ പോകാൻ തോന്നുന്നു, അതുപോലെ ജോർദാൻ ഓണറയിൽ പോകാം. പക്ഷേ നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ഇതുകളുണ്ട്. പക്ഷേ UAE നിന്ന് പുറത്തു പോകാൻ ഇത്രയും മതി. ഓക്കെ, ഇനി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോർഡർ കിടക്കുമ്പോൾ വലിയ വണ്ടിയാണെങ്കിൽ അവിടെ ഭയങ്കര കസ്റ്റംസ് ചെക്കിങ് ഉണ്ടാവുക. സൗദി അറേബ്യൻ്റെ ബോർഡറിൽ നല്ല ചെക്കിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരുപാടായി, ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 10, 20, 30 തവണയായിട്ട് ഞാൻ ബോർഡർ കടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ ഒരു സംഭവമാണ്. അത് കുറേ നേരം നമ്മൾ നിൽക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ ഞാൻ പിന്നെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഫുൾ ടാങ്കിൽ, ഇപ്പം നമ്മൾ വലിയ വണ്ടി, ഇപ്പോൾ ഒരു ലാൻഡ് ക്രൂയിസർ പോലത്തെയൊക്കെ വണ്ടികളിൽ, അതായത് മോർ ദാൻ 100 ലിറ്റർ പെട്രോൾ കപ്പാസിറ്റി ഉള്ള വണ്ടിയിൽ നമ്മൾ ഫുൾ ടാങ്ക് ആയിട്ട് ഒരിക്കലും ബോർഡർ കിടക്കരുത്. നമ്മൾ എന്തെങ്കിലും ഹാഫ് ടാങ്കിൻ്റെലും കുറവ് പെട്രോളിലെ ബോർഡർ കിടക്കാൻ പാടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ, ഈ ഫുൾ ടാങ്ക് പെട്രോൾ സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് ഡൗട്ട് വരും, അതിൽ പെട്രോൾ തന്നെയാണോ ഇനി വേറെ വല്ലതും നിറച്ചിട്ടുണ്ടോ എന്നൊക്കെ ഡൗട്ട് വരും. അതുകൊണ്ട് ഒരു ഒന്നാമത് നമ്മൾ പോകുന്നത് ടൂറിസ്റ്റ് ആയിട്ടാണ്. നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. ഓക്കെ, നമ്മൾ ഡ്രസ്സ്, അതുപോലത്തെ ഇനിയിപ്പോൾ കോസ്മെറ്റിക്സ് അവിടെ നിന്ന് കിട്ടും, പല സാധനങ്ങളും. ഇപ്പോൾ സീൽഡ് കോസ്മെറ്റിക്സ് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഒക്കെ ഡ്യൂട്ടി അടക്കണം. പിന്നെ സിഗരറ്റ് അതുപോലത്തെ ഒന്നും, ഒരു സിഗരറ്റ് കൊണ്ടുപോകാൻ 2 ഔട്ടർ കൊണ്ടുപോകാം, അതിൻ്റെ മുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് അല്ലേ, ഇവിടെ UAE സൗദി കിട്ടുന്ന എല്ലാം അവിടെയും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ മാക്സിമം സാധനങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് അവിടുന്ന് വാങ്ങാൻ നോക്കാം. ഓക്കെ, അങ്ങനെ ഇതായി കഴിഞ്ഞാൽ പെട്രോളിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പ്രശ്നങ്ങളൊന്നും ആവില്ല, പക്ഷെ കുറേ സമയം നമ്മുടെ പോകും ബോർഡറിൽ. ഓക്കെ, അപ്പോൾ അത് കാരണം പെട്രോൾ നിങ്ങൾ ആ ടാങ്കിൽ പെട്രോൾ തന്നെ കൊണ്ടുപോകുന്ന അവർക്ക് അറിയില്ലല്ലോ. അതല്ല, ഇനിയിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുമെന്നുണ്ടെങ്കിൽ അത് അടിച്ചതിൻ്റെ ടൈം, ബില്ല്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കയ്യിൽ വെക്കാം. ഓക്കെ, അപ്പോൾ അത് അവിടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ വിസകൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇനി വിസയുടെ കേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം, എനിക്ക് പറ്റും. അതായത് വിസ എങ്ങനെയാണ് അപ്ലോഡ്, ഇപ്പോൾ ബിസിനസ് വിസ എങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ, എൻ്റെ ബിസിനസ് ആവശ്യത്തിന് പോകുമ്പോൾ, കച്ചവട ആവശ്യത്തിന് പോകുമ്പോൾ ഞാൻ പല സ്ഥലത്തും പോകും. ഐ മീൻ എൻ്റെ പല ഫ്രണ്ട്സിനെയും കാണും. അപ്പോൾ എല്ലാവരും ചോദിക്കും നീ എങ്ങനെ വന്ന്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വിസ, വണ്ടിക്ക് പാസ്പോർട്ട്, വണ്ടിക്ക് നമ്മുടെ വണ്ടി അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ. അതിപ്പോൾ EMI വണ്ടിയാണെങ്കിൽ അതല്ല ഈ വണ്ടിയാണെങ്കിൽ ഇത്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഞാൻ വിടുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, സൗദിയിൽ വെച്ച് കാണാം.